ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയ തലത്തിൽ പൊതു സർവകലാശാലകൾ എന്ന ആശയം തന്നെ ഇല്ലാതാക്കാനാണ് RSS ശ്രമിക്കുന്നത്. അതിനു പകരം ഒരു രാജ്യം ഒറ്റ പരീക്ഷ എന്ന പേരിട്ടുകൊണ്ട് പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. NTA എന്നൊരു തട്ടിപ്പ് സംഘത്തിന് കൊള്ളലാഭം കൊയ്യാൻ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന നില വന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. അത് കണ്ടില്ലെന്നടിക്കാനും അവഗണിക്കാനുമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായത്. ഒടുവിൽ വലിയ സമ്മർദ്ദം രാജ്യമാകെ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുവെന്ന നില വന്നപ്പോൾ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മയ്ക്കൊപ്പം SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാകെ ആ സമരത്തോടൊപ്പം ചേരുകയും നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമരങ്ങളിൽ കോൺഗ്രസിനെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ? BJP സ്പോൺസേഡ് സമരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മാറി നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ രാജ്യവ്യാപകമായ പിന്തുണ സമരത്തിന് ലഭിക്കുന്നു എന്ന് വന്നപ്പോൾ AICC അധ്യക്ഷൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി വിരുന്നിന് വന്നവരെയും കൂട്ടി ഒരു പ്രകടനം നടത്താൻ അവർ തയ്യാറായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി ആ സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൽഹിയിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ ഈ വിഷയത്തിൽ സമരം ചെയ്തവരെ ക്രൂരമായാണ് നേരിട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറായവർക്കെതിരെ പോലീസ് ഒരുപാട് കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ വേട്ടയാടിയതിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് 8 സംസ്ഥാനങ്ങൾക്കാണ്. അതിൽ7 BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതിനോടൊപ്പമുള്ളൊരു സംസ്ഥാനം കേരളമാണ്, 8ാമത്തെ സംസ്ഥാനം. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളവും ഇടം പിടിച്ചിരിക്കുന്നത്. BJP ഭരണത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇവരൊന്നും കാണിക്കാത്ത ഉത്സാഹമാണ് കേന്ദ്രത്തിനെതിരെ നിലകൊണ്ട വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന കാര്യത്തിൽ കേരളത്തിലെ UDF സർക്കാർ കാട്ടിയത്. കേസുകൾ പിൻവലിക്കാമെന്ന BJP സർക്കാരിൻ്റെ ഉറപ്പിലാണ് ഡൽഹിയിൽ സമരം തീർന്നത്. എന്നാൽ BJP സർക്കാർ ആ വാക്ക് പാലിക്കാൻ തയ്യാറായില്ല. സമരം കണ്ട് ഭയന്ന കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് CPIM അഖിലേന്ത്യാ ആസ്ഥാനമായ AKG ഭവനിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന അധികാര പ്രവണതക്കാണ് രാജ്യം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. SFI അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഡൽഹി പോലീസിൻ്റെ ശ്രമം. ഇവിടെ കാണേണ്ടത് ജനകീയ പ്രക്ഷോഭങ്ങളെ RSS എത്രത്തോളം ഭയക്കുന്നുവെന്നതാണ്. അതിൻ്റെ തെളിവാണ് അവരുടെ മുഖപത്രമായ ഓർഗനൈസർ വാരികയിലെ പുതിയ റിപ്പോർട്ടുകൾ. അവർ പറഞ്ഞത് ഇടതുപക്ഷ നേതാക്കളാണ് ഡൽഹിയിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ. സർക്കാരിനെതിരെ അവർ ഗൂഢാലോചന നടത്തി എന്നൊക്കെയാണ്. ഇതാണ് ഓർഗനൈസറിലൂടെ ആരോപിക്കാൻ ശ്രമിച്ചത്. രാജ്യത്ത്
വിദ്യാഭ്യാസ മേഖലയെ വിറ്റുതുലക്കുന്ന സംഘപരിവാറിനെതിരെ ശബ്ദിക്കാൻ ഇടതുപക്ഷം ശരിയായ രീതിയിൽ നിലകൊള്ളുന്നു എന്നത് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ കാഴ്ചക്കാരായി നിന്നപ്പോൾ കേരളത്തിൽ UDF സർക്കാർ സംഘപരിവാറുമായി ചേർന്ന് സർവകലാശാലകളെ അവർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി, കേരളത്തിൻ്റെ അപകടകരമായ അവസ്ഥ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ അപകടകരമായ സാഹചര്യത്തെ സർവകലാശാലാ സമൂഹവും ജീവനക്കാരും ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം സർവകലാശാലകൾ ഭയമേതും കൂടാതെ വിജ്ഞാനോൽപാദനം നടത്തേണ്ട ജനാധിപത്യ ഇടങ്ങളായി തുടരാനുള്ള ഇടപെടൽ അഭംഗുരം തുടരേണ്ടതുമുണ്ട്. കേരള സർവകലാശാലയെ RSSൻ്റെ കാവ്യവൽക്കരണ അജണ്ടകളുടെ പൈലറ്റ് പ്രോജക്റ്റായാണ് ചില കേന്ദ്രങ്ങൾ കാണുന്നത്. ഇവിടെ സർവകലാശാല തലപ്പത്തുള്ളവർ അതിനുള്ള അച്ചാരം വാങ്ങിയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. RSS തലവൻ്റെ ഉപദേശങ്ങൾ ഏറ്റുവാങ്ങാൻ സർവകലാശാലയുടെ കാറിൽ കയറി പോകുന്ന രീതിയിലുള്ള അടിമത്തത്തിലേക്ക് അവർ വീണുകഴിഞ്ഞു. അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ അവർക്ക് കൂട്ടായുമുണ്ട് എന്ന് നാം കാണണം. സെക്കുലർ സ്പേസായി തുടരേണ്ട സർവകലാശാലകളെ സംഘപരിവാറിൻ്റെ കലാപശാലകളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾക്ക് തടയിടാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടേതുമാണ്. അതിന് ഏറ്റവും വലിയ റോൾ വഹിക്കാൻ കഴിയുന്നത് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ഈ വാർഷിക സമ്മേളനം അത്തരം പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിലും അവയിലേക്കൊന്നും തൽക്കാലം കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.